ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ബദാം പശ അഥവാ ബദാം ഗം അല്ലെങ്കിൽ ബദാം റിസിൻ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഒന്നാണ്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണിത്. ഇത് നമുക്ക് ചെറിയ വിലയിൽ ഓൺലൈനായിട്ടും അതുപോലെ തന്നെ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഈ ബദാം ഗം ഉപയോഗിച്ച് നമ്മളുടെ നരച്ച മുടി എങ്ങനെ കറുപ്പിക്കാമെന്നും അതുപോലെ തന്നെ ഇത് വെച്ചിട്ടുള്ള കുറേയധികം ടിപ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ടിപ്സുകൾ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ കുറച്ചധികം ടിപ്സുകൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും അധികം ബദാം ഗം എടുത്തിട്ടുണ്ട്. ഒരു 2 എണ്ണമൊക്കെ ഇട്ട് കൊടുത്താൽ തന്നെ അത്യാവശ്യം കുറേ അധികം ക്വാണ്ടിറ്റിയിലായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പം ഞാനൊരു 4 ടിപ്സ് കാണിക്കുന്നതുകൊണ്ട് തന്നെ ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഒരു 2 എണ്ണമൊക്കെ ഇതുപോലെ രാത്രിയിൽ നമുക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇത് നമ്മൾ പിടിക്കുന്ന സമയത്ത് നല്ല കല്ല് പോലെ ഉണ്ടാവും, പക്ഷേ നമ്മളിത് സോക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ലൊരു ജെല്ലി ടൈപ്പിലായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ ഇത് രാവിലെയാണ് ആവശ്യമുള്ളതെങ്കിൽ രാത്രി സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. രാത്രിയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെങ്കിൽ രാവിലെ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോഴേ നമുക്കിത് നന്നായിട്ട് സോക്കായിട്ട് വരികയുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, ഇത്രയും ക്വാണ്ടിറ്റിയിൽ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇട്ട് കൊടുത്തത് ഒരു 10 എണ്ണമായിരുന്നു. ഇത്രയും അധികം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്കിപ്പോൾ കുറച്ചധികം ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ ഇത്രയും എടുത്തു എന്ന് മാത്രം. അപ്പോൾ ആദ്യം ഇത് വെച്ചിട്ട് നല്ലൊരു ബ്യൂട്ടി ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരമുറി ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കളറും ജ്യൂസിയും ഫ്രഷുമായിട്ടുള്ള ബീട്രൂട്ട് തന്നെ ഈ ഒരു ടിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. ഇത് നമുക്ക് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു തവണ നമ്മൾ ഇത് ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതിയാവും. ജോലിക്ക് പോകുന്നവർ അതുപോലെ തന്നെ മടിയുള്ള സമയത്തൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇത് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്തിന് നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് തരാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവാതെ നല്ല മോയ്സ്ചറൈസ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. മാത്രമല്ല, വേനൽക്കാലത്ത് നമ്മൾ സൺസ്ക്രീനിനൊക്കെ ഒരുപാട് ആശ്രയിക്കാറുണ്ട്. അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ ഇത് ഉപയോഗിക്കുന്നത് മൂലം. ബീട്രൂട്ടിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ 2 സ്പൂൺ ബദാം ഗം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നൊരു പച്ച പാലാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഞാൻ കുറച്ച് അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി നല്ലൊരു ബ്ലീച്ചിങ് ഏജന്റ് ആണെന്ന് എല്ലാവർക്കും അറിയാലോ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ബീട്രൂട്ട് ആയാലും ബദാം ഗം ആയാലും അതുപോലെ തന്നെ പാലായാലും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ സ്കിന്നിന്. അപ്പോൾ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം നമ്മളുടെ മുഖത്തൊക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് തേച്ചൊന്ന് മസാജ് ചെയ്ത് കൊടുത്ത് ഒരു 10-15 മിനിറ്റിന് ശേഷം നമുക്ക് കഴുകിക്കളയാം. യാതൊരു കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ക്രീമുകളോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പ്രകൃതിദത്തമായ രീതിയിൽ നമുക്ക് ഇതുപോലൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മളെ ഫേസിലും കയ്യിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് വരികയാണെങ്കിൽ നന്നായിട്ട് സ്മൂത്ത് ആവാനും അതുപോലെ തന്നെ നല്ല ഗ്ലോ കിട്ടാനും സ്കിന്നിലുള്ള ചുളിവുകളും ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് കട്ടിക്ക് വേണമെങ്കിൽ കുറച്ച് അരിപ്പൊടി ഇട്ട് ആക്കിയെടുക്കാം. ഇതൊരു പശ പോലെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തേച്ച് കൊടുത്താലും നന്നായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തതായിട്ട് നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് ആണ് ഞാൻ ഇത് വെച്ചിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ ബദാം ഗം ഞാൻ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്രീസ്ഡ് പാലാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഫ്ലേവറിനും ടേസ്റ്റിനും വേണ്ടിയിട്ട് പിസ്ത എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മധുരത്തിന് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ നല്ല ഹെൽത്തിയും അതുപോലെ തന്നെ ഒരുപോലെ ടേസ്റ്റുമായിട്ടുള്ള ഒരു ഡ്രിങ്ക് ഇവിടെ റെഡിയായി കിട്ടുന്നതാണ്. നമുക്ക് തടി കുറയാനും അതുപോലെ തന്നെ തടി വെക്കാനും ഈ ഒരു ബദാം ഗം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. തടി കുറയ്ക്കാനാണെങ്കിൽ രാവിലെ വെറും വയറ്റിൽ 2 ടേബിൾ സ്പൂൺ ബദാം ഗമ്മിൻ്റെ കൂടെ നാരങ്ങ നീരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് തേനും കൂടെ ആഡ് ചെയ്ത് കഴിക്കാവുന്നതാണ്. തടി കൂട്ടാനാണെങ്കിൽ ഭക്ഷണത്തിന് ശേഷം നമുക്ക് ഇതുപോലൊക്കെ ഡ്രിങ്ക്സ് ഒക്കെ ആയിട്ട് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. പൊണ്ണത്തടി ഉണ്ടാകുന്നില്ല, ആരോഗ്യകരമായ രീതിയിൽ നമുക്ക് തടി കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അന്നേരം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കസ്കസ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു ബദാം ഗമ്മിന് ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മക്കളൊക്കെ ഉറപ്പായിട്ടും ഇത് കഴിച്ചോളും. സാലഡിൻ്റെ കൂടെ അതുപോലെ തന്നെ നമ്മൾക്ക് മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന പുഡിങ്ങിൻ്റെ കൂടെ ഇതുപോലെ ജ്യൂസിൻ്റെ കൂടെ ഒക്കെ ചേർത്ത് മക്കൾക്ക് കൊടുക്കാവുന്നതാണ്. അധികം ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആഴ്ചയിൽ ഒരു 2 തവണയൊക്കെ കൊടുത്താൽ മതിയാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് ശരീരത്തിന് നല്ല തണുപ്പാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് കുടിക്കുന്നത് മൂലം കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂസ്, ശരീരത്തിൽ ചൂട് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളൊക്കെ നമുക്ക് ചെറുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ദഹനവും കുടലിൻ്റെ ആരോഗ്യവും വർദ്ധിപ്പിക്കുന്നത് മൂലം ദഹനക്കേട്, വയറിളക്കം, അസിഡിറ്റി തുടങ്ങിയ ദഹന സംബന്ധമായ അസുഖങ്ങളെ നമുക്ക് തരണം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇതിന്റെ ഗുണങ്ങൾ മുഴുവനായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ കൂടെ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. മിക്സി ജാറിലിട്ടൊന്ന് അരച്ചെടുത്ത് അതുപോലെ തന്നെ നമുക്ക് കുടിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് ഈ ഒരു ബദാം ഗം ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു ഹെയർ പാക്കാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ
ഫ്ലാക്സ് സീഡ് ആണ് കേട്ടോ. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ ഫ്ലാക്സ് സീഡ്. ഇതിന്റെ ഗുണങ്ങളൊന്നും പറഞ്ഞ് ഞാൻ വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മാത്രം മനസ്സിലാവുന്നതാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതേ അളവിൽ തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഒരു 10 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നിങ്ങളെ ഹെയറിന് എത്രയാണോ പാക്ക് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളത്തിന്റെ അളവിലൊക്കെ വ്യത്യാസം വരുത്താവുന്നതേ ഉള്ളൂ. ഇനി നമുക്കിത് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. വല്ലാണ്ട് അങ്ങ് കട്ടിയായാൽ പിന്നെ നമുക്കിത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഒരു 10 മിനിറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നമ്മളെ തലയിൽ തേക്കാനുള്ള ഒരു പരുവത്തിലായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഒരു താളിയുടെ ഒരു രൂപത്തിലായിട്ട് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നമ്മൾ അരിച്ചെടുക്കണം. അത് കട്ടിയായാൽ പിന്നെ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല പാടാണ്. അല്ലെങ്കിൽ നിങ്ങളൊരു കോട്ടൻ്റെ തുണി ഉണ്ടെങ്കിൽ അതിലും അരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ബദാം ഗം 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സൊല്യൂഷനും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സി ജാറിലൊന്ന് അരച്ചെടുത്ത് ഇതുപോലെ നമ്മളുടെ തലയിലൊന്ന് അപ്ലൈ ചെയ്ത് വരികയാണെങ്കിൽ ചൂട് മൂലം നമ്മളുടെ തലയിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. മാത്രമല്ല വേര് മുതൽ നമ്മളെ മുടി നന്നായിട്ട് വളരാനും നല്ല കറുപ്പായിട്ട് കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത് തേച്ച് ഒരു 20 മിനിറ്റിന് ശേഷം നമുക്ക് പച്ചവെള്ളത്തിൽ കഴുകിക്കളയാം. പ്രത്യേകം ശ്രദ്ധിക്കുക, അത് നല്ല തണുപ്പാണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ നീരിറക്കത്തിൻ്റെ പ്രോബ്ലം വരുന്നവരൊക്കെ ഒരു 5-10 മിനിറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതിയാവും. അപ്പോൾ നമുക്കിതിൻ്റെ ഗുണങ്ങൾ ലഭിക്കുന്നതാണ്. ഇതുപോലെ തേച്ചിട്ട് മസാജ് ചെയ്ത് വരികയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് ലൈവായിട്ട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ചെമ്പരത്തിയുടെ പൂവാണ്. ഇതുപോലുള്ള ചെമ്പരത്തി തന്നെ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. ഇതിനാണ് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ചെമ്പരത്തിയുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ എല്ലാവർക്കും അറിയാം. ചെമ്പരത്തി പൂവായാലും ഇലയായാലും ഒക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. നമ്മളെ മുടി വളരാനും അതുപോലെ തന്നെ നമ്മളെ തലയ്ക്ക് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഒക്കെ തരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഒരു 5 ചെമ്പരത്തിയുടെ പൂവ് നന്നായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കഴുകിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് നമ്മളുടെ ഈ വെള്ളം തിളച്ച് വരുമ്പോൾ ഇതിൻ്റെ ആ കളറും അതുപോലെ തന്നെ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വരും. അതുവരെ ഒന്ന് നമുക്കൊന്ന് ചൂടാക്കിയിട്ടൊന്ന് അടുപ്പ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഈ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ കണ്ടില്ല, നന്നായിട്ട് ആ വെള്ളത്തിലേക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളും ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. ഇനി നമുക്കിത് വെച്ചിട്ട് എങ്ങനെയാണ് ഹെയർ പാക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഞാനിപ്പോൾ 2 ഹെയർ പാക്ക് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ടുള്ളത് ആ രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ചെമ്പരത്തിയുടെ പൂവ് കിട്ടാത്തവർ നേരത്തെ ഞാൻ പറഞ്ഞ ഹെയർ പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മളുടെ ഈ ഒരു സൊല്യൂഷൻ ഇപ്പോൾ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ചെമ്പരത്തിയുടെ വെള്ളം ഞാൻ കുറച്ച് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അലോവേരയാണ്. ഫ്രഷ് ആയിട്ടുള്ള അലോവേരയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ ഞാൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ഫ്രഷ് ആയിട്ടില്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിയതുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതും ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ബദാം ഗമ്മിൽ നിന്നും 2 ടേബിൾ സ്പൂൺ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സി ജാറിലൊന്ന് അരച്ചെടുക്കാം. ചെറിയ ജാറിൽ തന്നെ അരച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് നമുക്കിത് റെഡി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു പാക്ക് ഉണ്ടായി കുട്ടികളായാലും വലിയവരായാലും നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. യാതൊരു കെമിക്കൽസും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കൊരു പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് കഞ്ഞിവെള്ളമാണ് കേട്ടോ. നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. മുടി നന്നായിട്ട് വളരാനും മുടിക്ക് നല്ല കരുത്ത് കിട്ടാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് നമ്മളുടെ കഞ്ഞിവെള്ളവും അരി കഴുകിയ വെള്ളമൊക്കെ. ഇനി ഞാൻ മിക്സി ജാറിലേക്ക് കുറച്ച് ഫ്ലാക്സ് സീഡ് ജെല്ല് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ബദാം ഗം 2 ടേബിൾ സ്പൂൺ ഇട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് കഞ്ഞിവെള്ളമാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി എങ്ങനെ നമുക്കിത് ഉപയോഗിച്ച് നല്ലൊരു ഹെയർ ഡൈ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല തുരുമ്പുള്ള ഒരു ചട്ടി തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് കുറച്ച് കടുക്ക പൗഡറാണ്. നിങ്ങൾക്ക് എത്രയാണോ നരയുള്ളത് അതിനനുസരിച്ച് കടുക്ക പൗഡറിന്റെ അളവിലൊക്കെ നിങ്ങൾക്ക് വ്യത്യാസം വരുത്താവുന്നതാണ്. കാലനര തടയാനും അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരാനൊക്കെ നമ്മളെ ഈ കടുക്ക പൗഡർ സഹായിക്കുന്നുണ്ട് കേട്ടോ. കടുക്ക പൗഡർ ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നെല്ലിക്ക പൊടിയാണ് കേട്ടോ. മുടി നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ വളരുന്ന മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് നമ്മളുടെ നെല്ലിക്ക പൊടി. ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കി നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഏകദേശം 2 ടേബിൾ സ്പൂൺ നെല്ലിക്കാപ്പൊടിയും ഞാൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ പേസ്റ്റ് ഇല്ലേ അതും ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം.
എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമ്മളിതിൽ യാതൊരു കെമിക്കൽസും ആഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികളിൽ അകാലനരയൊക്കെ കാണുന്നവരുണ്ടാവുമല്ലോ, അവർക്കൊക്കെ നമുക്ക് ധൈര്യത്തിൽ ഇത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതുള്ളൂ. നിങ്ങളിത് തുടർച്ചയായിട്ട് യൂസ് ചെയ്യണം. ഒരു ദിവസം യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്നൊന്നും പറയരുത്. തുടർച്ചയായിട്ട് മാസത്തിൽ ഒരു 2, 3 തവണയൊക്കെ നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് ഞാൻ പറഞ്ഞ ഡ്രിങ്കും ഉണ്ടാക്കി. അതുപോലെ തന്നെ ഞാൻ ഹെയർ ഡൈ ഓയിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ പതിവായി ചെയ്ത് വരികയാണെങ്കിൽ അകാല നര നമുക്ക് തടയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുന്നത് വരെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു ദിവസം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. കുറച്ച് സമയം വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സൈഡിലൊക്കെ നന്നായിട്ട് ബ്ലാക്ക് ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം. ഈ ഒരു ഇരുമ്പ് ചട്ടിയിൽ വെക്കുന്നത് മൂലമാണ് കേട്ടോ നമുക്ക് അതുപോലെ ആവുന്നത്. ഇരുമ്പ് ചട്ടിയിൽ തന്നെ നിങ്ങൾ വെച്ച് കൊടുക്കാം. ഇരുമ്പ് ചട്ടിയിൽ നിന്ന് വരുന്ന ഫെറിക് ഓക്സൈഡ് നമ്മളെ മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടില്ല, സൈഡൊക്കെ നന്നായിട്ട് ബ്ലാക്ക് ആയി വരുന്നുണ്ട്. ഒരു ദിവസം ഫുള്ളായിട്ട് വെക്കുന്ന സമയത്ത് നല്ല ഡാർക്ക് ബ്ലാക്ക് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. എന്നിട്ട് നമുക്ക് തലയിൽ അത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാനിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെയുള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. നന്നായിട്ട് നമ്മളുടെ ഡൈ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്കിത് തലയിൽ നേരിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇതുപോലെ ഓയിലൊന്നും ഇല്ലാത്ത തലയിൽ നമുക്കൊരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു നരകളൊക്കെ ഉള്ള തലയിലാണ് ഞാനിത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ബ്രഷ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് എല്ലായിടത്തും അത് പിടിക്കും കേട്ടോ. എന്നിട്ട് ഒരു 10-20 മിനിറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് പച്ചവെള്ളത്തിൽ കഴുകിക്കളയാം. ഷാമ്പോ സോപ്പോ ഉപയോഗിച്ച് കഴുകരുത്. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ആഴ്ചയിൽ 2 തവണ തലയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് വരികയാണെങ്കിൽ നന്നായിട്ട് നമ്മളുടെ മുടി ബ്ലാക്ക് ആയിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. യാതൊരുവിധ കെമിക്കൽസും ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാർക്കറ്റിൽ നിന്നും വാങ്ങിച്ച് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലുള്ള കെമിക്കൽസ് ഒക്കെ നമ്മൾ വാങ്ങിച്ച് യൂസ് ചെയ്യുമ്പോൾ താൽക്കാലികമായിട്ട് നമുക്ക് ബ്ലാക്ക് കിട്ടുമെങ്കിലും അതുമൂലം നമുക്ക് വേറെയും കുറേ സൈഡ് എഫക്റ്റ് ഒക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ എല്ലാവരും നാച്ചുറൽ ആയിട്ടുള്ള ടിപ്സ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.